വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസും ബി.ജെ.പിയും. പാലാരിവട്ടം കെ.എസ്.ഇ.ബി. ഭവനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ഡി.സി.സി. പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കെ.എസ്.ഇ.ബി. ഭവന്റെ ഗേറ്റ് തള്ളിത്തുറക്കാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചു. ബി.ജെ.പി. കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ വൈദ്യുതി ഭവന് മുന്നിലും പ്രതിഷേധം നടന്നു. നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. സൈഫുനിസ അലിയാരുണ്ട് വിശദാംശങ്ങളുമായി. സൈഫുനിസ, എത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? ഒപ്പം നാളെ സംസ്ഥാന വ്യാപകമായ പ്രക്ഷേപത്തിന് ഒരുങ്ങിയാണ് കോൺഗ്രസ്. ആര്യ സായ്കുമാർ, ഇപ്പോൾ പാലാരിവട്ടം വൈദ്യുതി ഭവനിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെയും പ്രതിഷേധങ്ങളാണ് ഇന്ന് വൈകിട്ട് നടന്നത്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് തന്നെ ഇപ്പോൾ കെ.എസ്.ഇ.ബിയുടെ പാലാരിവട്ടം വൈദ്യുതി ഭവന് മുൻപിലെ ബോർഡിന് കയറി കരിങ്കൊടി പുതപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. ഡി.സി.സി. പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചത്. പിന്നീട് ഗേറ്റിന് മുകളിൽ കയറിയ പ്രവർത്തകർ ഈ ബോർഡിന് മുകളിൽ കരിങ്കൊടി പുതയ്ക്കുകയായിരുന്നു. ഇപ്പോൾ പാലാരിവട്ടം സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ഭാഗത്ത് സുരക്ഷയുമായി ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാരണം നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ പന്തം കൊളുത്തി പ്രകടനം ഇവിടെ നടന്നിരുന്നു. അവരുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രാത്രിയിൽ പോലീസിന്റെ സുരക്ഷ ഇവിടെ തുടരുകയാണ്. നാളെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തു. നാളെ വൈകിട്ടായിരിക്കും കൊച്ചിയിലെ പ്രതിഷേധം നടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബി.ജെ.പിയും സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധ പരിപാടികൾ നടന്നത്. വലിയൊരു ഇരുട്ടടിയാണ് ഈ ജനങ്ങളെ സംബന്ധിച്ചോളം ഉണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി. കാരണം ഈ നേരത്തെ എല്ലാം തന്നെ നിരക്ക് വർധന പലപ്പോഴായി പ്രാബല്യത്തിൽ വന്നപ്പോൾ പോലും ഇനിയൊരു നിരക്ക് വർധന ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഉണ്ടാകില്ലെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വലിയൊരു ഇരുട്ടടി പോലെ ഇപ്പോൾ റോഷിപാൽ പറഞ്ഞ പോലെ കുടുംബ ബജറ്റിന് താളം തെറ്റിക്കുന്ന രീതിയിലൊരു നിരക്ക് വർധന, വൈദ്യുതി ചാർജ് വർധന ഉണ്ടായിരിക്കുകയാണ്. ഇത് ഒരു രീതിയിലും വെച്ചു ഉറപ്പിക്കാനാവില്ല, അതല്ലെങ്കിൽ അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ നേരത്തെ പ്രസ്താവന നടത്തിയത്. എന്തായാലും നാളെ മുതൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. ബി.ജെ.പിയുടെ പ്രതിഷേധവും തുടങ്ങിക്കഴിഞ്ഞു. അത് തന്നെയാണ്. വലിയ പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ രാത്രി ഈ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ ആ സമരം നമ്മൾ കണ്ടു. നാളെ സംസ്ഥാന വ്യാപകമായി സമരം നടത്താനാണ് തീരുമാനം. സൈഫുനിസയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.